സുഹൃത്തുക്കളെ, പ്രമോദ് പെരുന്നോണയാണ്. ഞാനിന്ന് സംസാരിക്കണം തന്നെ റേഷാപ്പെന്നാണ് കണ്ടറിയാം. അപ്പോൾ എനിക്ക് പറയാമല്ലോ എന്താ അറിയുമോ, വർഷങ്ങളായിട്ട് ഒരു ഏകദേശം 95 മുതൽ റേഷാപ്പാണ്. കരുണാകരൻ ഭരിക്കുമ്പോഴും മേക്കാൻ്റണി ഭരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഒക്കെ റേഷാപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും നല്ല സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായ ഇ ചന്ദ്രശേഖരൻ നായർ ഉള്ള സമയത്തും റേഷാപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ 10 വർഷക്കാലം റേഷാപ്പ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് ആകെല്ലൊരു പ്രയാസം, റേഷാപ്പുകാരനെ സംബന്ധിച്ചുള്ള പ്രയാസം എന്താ വെച്ചാൽ ഇ പോസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അതൊരു പ്രയാസം തന്നെയാണ്, അതൊരു പ്രയാസം. അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നം, ഞങ്ങളെ കമ്മീഷൻ കൃത്യമായിട്ട് കയ്യിൽ കിട്ടാത്തതും ഒരു വിഷയം തന്നെ. പിന്നെ തുച്ഛമായ കമ്മീഷനിലാണ് റേഷാപ്പുകാരൻ ഇപ്പോൾ പണിയെടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഒരു 2 മാസം മുമ്പ് കുറച്ച് പൈസ കൂട്ടി തന്നിട്ടുണ്ട്. എന്നിരുന്നാലും റേഷാപ്പുകാരനെ സംബന്ധിച്ച് വലിയ ഗുണമല്ല. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ഈ പിണറായി ഗവൺമെൻറ് 2 ടേം ഭരിച്ചപ്പോഴൊക്കെ വളരെ കൃത്യമായിട്ട് അരി വരികയും നല്ല അടിപൊളി അരി, പച്ചരി ആയാലും പുഴുങ്ങലരി ആയാലും ഗോതമ്പായാലും ആട്ടയായാലും എല്ലാതും കൃത്യമായിട്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ കിട്ടുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് തൂക്കത്തിൽ കുറവും ഇതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ പിണറായി ഗവൺമെൻറ്റിൻ്റെ കുഴപ്പമല്ല. അതൊക്കെ ഏത് ഉദ്യോഗസ്ഥന്മാരും കുറേ ഇത് നക്കി തിന്നണ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാനൊക്കെ അതിനെതിരെ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ട് കേസും കാര്യങ്ങളും സസ്പെൻഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അതൊക്കെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള വിഷയങ്ങളാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും കൃത്യമായിട്ട് നല്ല അരി ഇന്നേ വരെ ഇപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ ഇത് ഒരിടതുപക്ഷക്കാരനാവുകൊണ്ട് മാത്രമല്ല, പണ്ട് പുലിക്കോടൻ അരി എന്നൊക്കെ പറഞ്ഞ് അരി വന്നിരുന്നു. കരുണാകരൻ്റെ ഭരണകാലത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അരി വരും, ശനിയാഴ്ച വൈകിട്ട് തീരുന്ന സംഭവം ഉണ്ടായിരുന്നു. അന്നൊക്കെ കാർഡ് ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് ആയിരുന്നു റേഷൻ വിതരണമൊക്കെ. ഇപ്പം അതൊന്നല്ല സ്ഥിതി. ഇപ്പം എല്ലാ സമയത്തും നിങ്ങൾക്ക് നോക്കിയാലറിയാം. ഇതുണ്ടോ, ഇന്നിപ്പോൾ 4-ാം തീയതി ആയിട്ടേ ഉള്ളൂ. ഈ മാസത്തേക്കുള്ള അരി ബഫർ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ഭരണത്തിൻ്റെ നേട്ടം. LDFൻ്റെ ഭരണത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ താറുമാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇടാനും കാരണം. ജനങ്ങൾക്ക് ഉപകാരമാണ്. ജനങ്ങൾക്ക് നല്ല പച്ചരി ഉണ്ട്, നല്ല പുഴുങ്ങലരി, നല്ല ഗോതമ്പ്, നല്ല ആട്ട, നല്ല പഞ്ചസാര. മണ്ണെണ്ണ മാത്രം ഇതിൻ്റെ ഇടയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില പ്രശ്നങ്ങളും മണ്ണെണ്ണ വരാത്ത പ്രശ്നങ്ങളും അത് കരാറുകാർ എടുക്കാത്ത വിഷയങ്ങളൊക്കെ ആയിട്ട് മണ്ണെണ്ണയ്ക്ക് കുറച്ച് പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 1/2 ലിറ്റർ വെച്ചിട്ട് അതും കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസത്തെ കാര്യമല്ല പറഞ്ഞു, കഴിഞ്ഞ മാസം വരെ. അപ്പോൾ എല്ലാം കൊണ്ടും സുഭിക്ഷമായിട്ട് പിണറായി നൽകുന്നുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി വാങ്ങി റേഷാപ്പ് കൂടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ മലമ്പുഴയിലൊക്കെ സംബന്ധിച്ച്, അതേപോലെ ആദിവാസി ഊരുകളിലൊക്കെ സംബന്ധിച്ച് സഞ്ചരിക്കുന്ന റേഷാപ്പ്, അതായത് 20-30 കിലോമീറ്റർ റേഷാപ്പിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ആദിവാസികൾക്ക് വിതരണം ചെയ്യണ ഒരു പരിപാടി ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ എൻ്റെ കൂട്ടുകാരനായ രമേശനൊക്കെ ഇടപെട്ട് അത് നടപ്പിലാക്കുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും സുഭിക്ഷമാണ്. ജനങ്ങൾക്ക് സാധനം കിട്ടാത്ത കംപ്ലൈൻ്റ് ഇല്ല. ഒരാളും ഇന്നേ വരെ ഇപ്പോൾ ഈ 10 വർഷത്തിൻ്റെ ഇടയിൽ അരി മോശമായി എന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈൻറ്റ് കൊണ്ടുവന്നിട്ടില്ല. അത്രയൊക്കെയാണല്ലോ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ പറ്റി പറയാനുള്ളത്. അത് റേഷാപ്പിനെ ഏത് കാലഘട്ടങ്ങളിലും റേഷാപ്പിനെ പറ്റി കുറ്റം ആയിരുന്നു. ഇപ്പോൾ ഈ 10 വർഷമായിട്ട് അത്തരം ഒരു വിഷയം ഉണ്ടായിട്ടില്ല. ഒരാളും കംപ്ലൈൻറ്റും കൊണ്ട് വരാറുമില്ല. അരി മോശമായി കയറും. അപ്പോൾ അടുത്ത ടൈം കൂടി ഇടതുപക്ഷത്തിന് കൊടുക്കണം. നമ്മുടെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിരിക്കുന്നത് VP മുഹമ്മദ് ഹനീഫയാണ്.
മുൻ പ്ലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. എൻ്റെ അടുത്തൊരു സുഹൃത്തു കൂടിയാണ്. DYFIക്കാരനാണ്. ജനങ്ങളെ വിഷയങ്ങളുമായിട്ട് ഒരു കാര്യത്തിന് ഇടപെട്ട് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പെരുന്നാള പാർട്ടി വൈസിൽ മൂപ്പര് ഏത് സമയത്തും ഉണ്ടാവും, എപ്പോൾ ചെന്നാലും കാണാം. അല്ലാതെ ലോകത്തുനിന്ന് അവിടുന്ന് ഇവിടുന്ന് ഓടി വരേണ്ട ആവശ്യമില്ല. പിന്നെ നിയമസഭയിൽ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ ബിരിയാണി ചെമ്പിന് കാവൽ വെക്കില്ല. അതാണ് മുഹമ്മദ് ഹനീഫയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.